നമസ്കാരം, ഞാൻ ഷിബു കല്ലാർ. ജയസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഷിബു കല്ലാറിനെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ കാണാൻ സാധിക്കും. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ശരിക്കും പറഞ്ഞാൽ ഇത് കൊടും വനമാണ്, കൊടും കാടാണിത്. ഈ കാട്ടിൽ കൂടെ ഞാൻ നടന്നു പോകുന്നത്. ഭയങ്കര ഒരു വനമാണിത്. റോഡിൻ്റെ ഇരുവശവും മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു വണ്ടി പോലും ഇതിലെ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ഈ സ്ഥലത്തിനെക്കുറിച്ച് ഇതെന്തിനാണ് ഞാനിതിലെ പോകുന്നത്, എവിടേക്കാണ് പോകുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരാം. എനിക്ക് കൂട്ടായിട്ട് രണ്ടുപേര് പുറകെ വരുന്നുണ്ട്. ബാ, കാടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. ഇതുണ്ടോ, ഒരു ചെറിയ വഴിയുണ്ട്. ഇത് എന്തിനുള്ള വഴിയാണെന്ന് എനിക്കും കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ഭയങ്കര വനമാണ്. പക്ഷേ ഈ കാട്ടിലൂടെ ഞാൻ നടന്നു പോവാണ്. അതെന്തിനാണ് എന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. വനത്തിലൂടെ ഒരു യാത്ര, എത്ര ഭംഗിയാന്ന് നോക്കിയേ. കാട്, ഒരു ശല്യവും ഇല്ല, വളരെ സൈലൻ്റായിട്ട് കിളികളുടെയും പക്ഷികളുടെയൊക്കെ കളകളനാഥമല്ലാതെ വേറൊന്നും ഇവിടെ കേൾക്കാനില്ല. ഇപ്പോൾ വെയിൽ ചെറുതായിട്ട് തെളിഞ്ഞത് കൊണ്ട് വെയിലടിക്കാൻ തുടങ്ങി. അല്ല ഇവിടെ എല്ലാം ഭയങ്കര ഇരുണ്ട് കിടക്കും കേട്ടോ. എന്ത് രസമല്ലേ. കാടിനെ സ്നേഹിക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഈ വീഡിയോ. അത്ര മനോഹരമായ ഒരു വിഷ്വൽ ട്രീറ്റാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഈ കാട്ടിൻ്റെ നടുക്കൊരു പ്ലാവ് കായ്ച്ചു നിൽക്കുന്നുണ്ടോ, ഭയങ്കര രസമായിട്ട്. ഇത് രസമാണ്. ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത സ്ഥലമാണ്. പക്ഷേ ആ നടുക്കായിട്ടൊരു വലിയ പ്ലാവ് ഉണ്ട്, കാട്ടിൻ്റെ നടുക്ക് കായ്ച്ചു നിൽക്കുക. നല്ലൊരു ചീര ഒറ്റ തണ്ടായിട്ട് ഇതിൻ്റെ ബാക്കി അവിടെ ഇരിക്കുക. ഞാൻ ഒടിച്ചിങ്ങനെ. ഇതുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ ചീര കൊണ്ടുള്ളൊരു വിഭവം. ഇത് ചുവപ്പ് ചീരയല്ല, പക്ഷേ ഇത് നല്ല വിറ്റാമിനുള്ള ചീരയാണ് കേട്ടോ. ഇത് പണ്ട് കാലത്തൊക്കെ എൻ്റെ അമ്മയൊക്കെ ഇത് വീടിൻ്റെ വാതൊക്കെ ഇതിങ്ങനെ വലിയ ചെടി പോലെ വരുന്ന ചീര ഇതുണ്ടോ. ഇതിൽ നിന്നിട്ട് അമ്മയൊക്കെ ഡെയിലി ഇങ്ങനെ മിക്കവാറും ആഴ്ച 2-3 ദിവസം ഇതിൽ നിന്ന് ഒടിച്ചൊടിച്ചു വെക്കും. ഇതിങ്ങനെ മരം പോലെ വരും. പക്ഷേ ഇതിപ്പം കണ്ടപ്പോൾ ഞാൻ എൻ്റെ പഴയ കാലത്തിലേക്ക് പോയി. ഇത് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം.
ചീരയായി. ഈ ചീര മാത്രമല്ല, ഈ ചീരക്കകത്ത് വൻപയറും ചീരയും കൂടെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അതാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ അമ്മയൊക്കെ ഇത് എടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ തണ്ട് ഇങ്ങനെ വരും. ഇത് ചുമലച്ചീരയുടെ തണ്ടും ഉണ്ട്, ഇതിൻ്റെ തണ്ടും ഒക്കെ നല്ല. ഇത് സാമ്പാറിനകത്തും ഇത് മെഴുകുവരട്ടി വരെ വെക്കുന്നുണ്ട്. സാധാരണ ചീര ഇത് മെഴുകുവരട്ടി വെക്കുമെന്ന് ചോദിക്കും ചിലപ്പോൾ, പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അവിയലിനകത്തിടും, സാമ്പാറിനകത്തിടും. ഇതിപ്പോൾ ഞാൻ അവിയൽ സാമ്പാറൊന്നും വെക്കണില്ല, എന്നാലും ഇതിനകത്ത് കുറച്ചെങ്കിലും നമുക്ക് കുനുകുനാന്ന് അരിഞ്ഞതിനകത്ത് ഇട്ടാൽ നന്നായിരിക്കും തോന്നുന്നു. നോക്കാം. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ഈ ചീര ഉണ്ട്, നല്ലതായിട്ട് കഴുകണം. ഇത് പിന്നെ കഴുകിയാലും കുഴപ്പമില്ല, നിങ്ങൾ കണ്ടു കാണും. ഫുള്ള് മണ്ണില്ലാത്ത സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ പറിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ഒട്ടും മണ്ണ് വരാൻ ചാൻസ് ഇല്ല. എന്തായാലും ചീര ഉണ്ടാക്കുന്നത് കഴുകുന്നത് നല്ലതാണ്, കാരണം പറമ്പിൽ നിൽക്കുന്ന സാധനമാണല്ലോ. അപ്പം ഈ പുഴുക്കുത്ത് വീണ ഇല ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നല്ല ചീരയാണെന്നുള്ളതാണ് അതിൻ്റെ കാര്യം. എന്ത് സാധനം എടുത്താലും അപ്പോൾ കഴുകി നീറ്റാക്കുക. അത് ഞാൻ എവിടുന്ന് പഠിച്ചതെന്ന് പറഞ്ഞാൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച സമയത്ത്, ആ സമയത്ത് ഞാൻ പഠിച്ച എൻ്റെ ഒരു ശീലമാണ്. രാത്രിയിൽ നിന്ന് ഫുള്ള് മെഴുകി 12 മണിയാകുമ്പോഴാണ് വന്ന് സാധാരണ സ്ത്രീകൾ കിടക്കുന്നത്. സത്യത്തിൽ എനിക്ക് അവരോട് പറയാനുള്ള ഒന്നേ ഉള്ളൂ, നമ്മൾ എടുക്കുന്ന പാത്രം അന്നേരം കഴുകി വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ ജോലി ഭാരമായിട്ട് തോന്നത്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റിൽ പഠിച്ച കാര്യമാണത്. ഞാൻ വൻപയർ അടുപ്പയിൽ വെച്ച് വേവിച്ച് വെച്ചേക്കുവാണ്. അപ്പം ഇവിടെ ഞാൻ വേവിച്ച് റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇവനെ ഇട്ടിട്ട് വേണം ഇത് നമുക്ക് റെഡിയാക്കാൻ. ഞാൻ ആ തോരൻ, ചീരയും വൻപയറും കൂടെ തോരൻ വെക്കുന്ന സംഭവത്തിനുള്ള തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക് എല്ലാം റെഡിയാണ്. അപ്പോൾ നമുക്ക് ഇത് മിക്സിയിൽ അടിച്ചെടുക്കാം. ഞാനെപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, മിക്സി വെച്ചിട്ട് ഒരുപാട് പേർക്ക് അബദ്ധങ്ങൾ പറ്റാറുണ്ട്. സ്വിച്ച് ഇട്ടതിന് ശേഷം ഒന്ന് കൈ മേലെ വെച്ച് നമ്മുടെ ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടുന്ന സമയത്ത് ഇങ്ങനെ തെറിച്ച് ഈ അടുക്കലെല്ലാം എണ്ണ ഇതൊക്കെ ആയിരിക്കും. നമുക്ക് ഇങ്ങനെ ഒന്ന് ആ സമയത്തൊന്ന് ഇത് മൂടി വെക്കാം. ഇതിൻ്റെ അടപ്പല്ലില്ല, എന്നാലും സാരമില്ല. ഉണക്കമുളക് ഇടിച്ച് നമ്മൾ റെഡിയാക്കി വെച്ചേക്കാം. കറിവേപ്പില, നമ്മൾ ചെറുതായിട്ട് മുട്ടിച്ചിട്ട് ഈ ചീര ഇതിലേക്ക് ആഡ് ചെയ്യാം. ചീരയുണ്ട്, വൻപയറും ഉണ്ട് ഇതിനകത്ത് കേട്ടോ. ഞാൻ മുമ്പ് മിക്സ് ചെയ്ത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഒന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കുമ്പം താഴെ പോകാൻ നോക്കണം. പയറും ഇതുമൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് അങ്ങോട്ട് ഇട്ടത്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇളക്കേണ്ടതായിട്ടില്ല. എന്തായാലും ഉപ്പ് ഞാൻ ശകലേ ചേർക്കത്തുള്ളൂ, കാരണം ഞാൻ ഉപ്പ് വളരെ അധികം കഴിക്കത്തില്ല ആളാണ്. അത്
നാടൻ പച്ചച്ചീര വൻപയർ ഉപയോഗിച്ച് നമ്മൾ വൻപയറും ചേർത്ത് ഒരു തോരൻ ഇവിടെ ഞാൻ ഉണ്ടാക്കി. നിങ്ങളെല്ലാം കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നമുക്കൊന്ന് അറിയണം. അപ്പോൾ നല്ല അടിപൊളി ചൂടോടെ കിടക്കുകയാണ്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം, ഒന്ന് ഇളക്കാം. ഇതുണ്ടോ, നല്ല സൂപ്പറായിട്ട് കിടക്കുക. ഇനിയിപ്പം നമുക്ക് ഒരു ശകലം ചീര ഇതാ, നല്ല കുത്തരി ചോറും ചീര എടുക്കാം. ഇനിയിപ്പം ഇതിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ഇനി ഒരു സാധനമുണ്ട്. തൈര്, നല്ല പച്ചമുളക്, സബോള. അടുക്കളയിൽ നിന്നുകൊണ്ട് തന്നെ അങ്ങ് കഴിക്കാം, അതായിരിക്കും അതിൻ്റെ ബെസ്റ്റ്. അത് ഈ തൈര് കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ വൻപയറും ഈ തോരനും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എൻ്റെ വായിൽ ഇപ്പം കപ്പലൊഴിക്കാം. അതുപോലെ ഇതാണ്. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ, വാടിയ ചീരയല്ല, ഫ്രഷായിട്ട് പറിച്ചുകൊണ്ട് വന്ന് വെച്ച്. ഇപ്പം കടയിലാണെങ്കിലും നമ്മൾ പോയി വാങ്ങുമ്പോൾ അത് വാടുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് വരും. ഇത് അങ്ങനെ പറിച്ചുകൊണ്ട് വന്ന് നമ്മൾ അരിഞ്ഞിട്ട് അപ്പം തന്നെ ചെയ്യണം. അതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അതുപോലെ നല്ല മണം, നല്ല കട്ട തൈര്. ഈ കട്ട തൈര് മാത്രം മതി. ഇതിനകത്തേക്ക് ശകലം സബോള, തൈരിങ്ങനെ എടുക്കുക. സൂപ്പർ. ഈ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി പയറും ആസ്വദിച്ച് കഴിക്കണം. കുറച്ച് ചോറ് മതി. പക്ഷേ നമ്മൾ കഴിക്കുന്ന കറികൾ നന്നായാൽ എല്ലാവരും പറയും ഒരുപാട് ചോറുണ്ട്. അങ്ങനെ കഴിക്കേണ്ട കാര്യമില്ല, കുറച്ച് ചോറ് മതി. ഇത് നമ്മൾ ഈ സൈഡല്ല, കുറച്ച് കഴിക്കുക നന്നായിട്ട്. ആ തൈരും പച്ചമുളകും ചീര ബെസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ചില ഡിഷസാണ്. വളരെ നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഷിബു കലാർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ കാണാൻ സാധിക്കും. ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും സഹകരിക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.